ഹലോ മക്കൾസ്. നമ്മൾ ഒരു മാസത്തോളായിട്ട് നമ്മളുടെ USS എക്സാമിന്റെ പിറകിലായിരുന്നു അല്ലെ. ഒരുപാട് പഠിച്ചു, ഒരുപാട് അധ്വാനിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കി. എന്നിട്ടും നിങ്ങൾക്ക് ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. നാളെയാണ് നമ്മളുടെ USS എക്സാം, എനിക്ക് എഴുതാൻ പറ്റുമോ, എനിക്ക് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് USS കിട്ടുമോ, അങ്ങനെ ഒരുപാട് എൻ്റെ മക്കളുടെ ഉള്ളിലൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. എന്നാൽ മിസ്സിന് ഒരൊറ്റ കാര്യമാണ് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്. എടാ, ബി കോൺഫിഡൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് പറ്റും പോലെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ലൈവ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ലൈവുകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളും നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാച്ച് ഫ്രീ ആയി തന്നു, മെഗാ മോഡൽ എക്സാം നിങ്ങളെ കൊണ്ട് എഴുതിച്ചു. നിങ്ങളും അതുപോലെ തന്നെ ആയിരുന്നു. അതൊക്കെ സ്വീകരിക്കാൻ റെഡി ആയിക്കൊണ്ട് എല്ലാം നിങ്ങൾ ഓരോ ലൈവുകൾ വരുമ്പോൾ ആ മിസ് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ കുട്ടികളും അത്രയും അടിപൊളിയായിട്ടായിരുന്നു ഞങ്ങളുടെ USSന്റെ കുട്ടികൾ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ റിസൾട്ട് നിങ്ങൾക്കുള്ളതാണ്. നമ്മളുടെ USS എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ തൂങ്ങാൻ പോകുന്ന USS വിജയികൾ എന്ന് പറയുന്ന ബാനറിൽ വരാൻ പോകുന്ന ഒരു ഫോട്ടോ നിങ്ങളുടെ തന്നെയായിരിക്കും. കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് കഴിയും പോലെ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. ഇന്നൊരൊറ്റ ദിവസവും കൂടിയാണുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ എങ്ങനെ പോകുന്നു അതുപോലെ ഇരിക്കും നിങ്ങളുടെ നാളത്തെ എക്സാം എന്ന് പറയുന്നത്. മക്കൾ എന്ത് ചെയ്യുക, ഇന്നും കൂടി ഒന്ന് കഷ്ടപ്പെടുക. നോമ്പ് ഉണ്ടാവും, ആവുന്നുണ്ടാവില്ല, ഒക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് പറ്റും പോലെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, കഷ്ടപ്പെടുക കേട്ടോ. മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കഴിയും, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമ്മളുടെ USS എക്സാം നാളെ പേപ്പർ 1, പേപ്പർ 2 അങ്ങനെ 2 പേപ്പറായിട്ടാണ് നടക്കുന്നത്. പേപ്പർ 1 വരുന്നത് 10:15 to 12 മണി വരെയാണ്. ആൻഡ് പേപ്പർ 2 1:15 to 3 മണി വരെയാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അത് പേപ്പർ 1 നിങ്ങൾക്കറിയാം, നമ്മൾ പേപ്പർ 1 മാരത്തോൺ, പേപ്പർ 2 മാരത്തോൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പേപ്പർ 1 എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് ലാംഗ്വേജ്, രണ്ടാമത്തത് നമ്മളുടെ മലയാള സെക്കൻഡ്, മൂന്നാമത്തത് പാർട്ട് C മാത്സും ആണ്. ഇതിൽ രണ്ടിലും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. മാത്തമാറ്റിക്സിൽ നമുക്ക് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പേപ്പർ 2 പാർട്ട് A ഇംഗ്ലീഷ് ആണ്, പാർട്ട് B ബേസിക് സയൻസ് ആണ്, ആൻഡ് പാർട്ട് C എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. 2 പേപ്പറിനും 1.5 മണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ സമയം വരുന്നത്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, പിന്നെ മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ആൻഡ് അവസാനം കൊണ്ടുപോയിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4, 5 ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ആണെങ്കിൽ ഒന്നാമത്തെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇങ്ങനെ ടിക്ക് ചെയ്യുക, രണ്ടാമത്തെ അറ്റൻഡ് ചെയ്താൽ 2 ടിക്ക് ചെയ്യുക, മൂന്നാമത്തെ അറ്റൻഡ് ചെയ്താൽ 3 ടിക്ക് ചെയ്യുക, നാലാമത്തെ നിങ്ങൾക്ക് അറിയില്ല, കുറച്ച് മീഡിയം ലെവലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒരു റൗണ്ട് ഇട്ടേക്കുക, പിന്നത്തെ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവുക. എന്നാൽ മാത്രമേ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നാമത്തേൽ തന്നെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 ക്വസ്റ്റ്യൻസിൽ ഏതാണ് അറ്റൻഡ് ചെയ്യാത്തതെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു OMR ഷീറ്റാണ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും OMR ഷീറ്റിലൂടെ ഒരു എക്സാം എഴുതുന്നത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. OMR ഷീറ്റിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് റോൾ നമ്പർ ആണ് എഴുതാൻ. റോൾ നമ്പർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോൾ നമ്പർ 1, 2, 4, 6, 7, 9 ആണെങ്കിൽ ആദ്യം ഈ 1ൻ്റെ താഴെയുള്ള നേരെ 1 ബബിൾ ചെയ്യുക, 2ൻ്റെ താഴെയുള്ള നേരെ 2 ബബിൾ ചെയ്യുക, 4ൻ്റെ താഴെയുള്ള നേരെ 4 ബബിൾ ചെയ്യുക, 6ൻ്റെ താഴെ നേരെ 6 ബബിൾ ചെയ്യുക, 7ൻ്റെ താഴെയുള്ള നേരെ 7 ബബിൾ ചെയ്യുക, 9ൻ്റെ താഴെയുള്ള നേരെ 9 ബബിൾ ചെയ്യുക. ഇങ്ങനെയാണ് കേട്ടോ ബബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് നമ്പറാണോ അതിൻ്റെ താഴെയുള്ള ആ നമ്പറാണ് ബബിൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പറും നമ്മളിൽ എന്തിലുണ്ടാവും, നമ്മളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഉണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തരും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ, ബുക്ക്ലെറ്റ് നമ്പർ അതാണോ ഇതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഇൻവിജിലേറ്ററിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കാം, മിസ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ നോ പ്രോബ്ലം, അല്ലാതെ അറിയാതെ ഇതോ എഴുതി വെക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സെറ്റ് ABCD എന്ന് പറഞ്ഞ 4 സെറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഏതാണോ സെറ്റ്, നിങ്ങളുടെ B ആണ് നിങ്ങളുടെ സെറ്റ് എങ്കിൽ B എന്ന് മുകളിൽ എഴുതുക, എന്നിട്ട് Bയിൽ ബബിൾ ചെയ്യുകയും ചെയ്യുക. ഇത് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ്, മലയാളമാണോ ഉറുദു ആണോ സംസ്കൃതമാണോ ഇതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മലയാളം ആണെങ്കിൽ മലയാളം നമ്മൾ ബബിൾ ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മളുടെ ഫസ്റ്റ് ലാംഗ്വേജ്, അതായത് BT ഏതാണെന്ന് ചോദിക്കും. നമ്മൾ മലയാള സെക്കൻഡ് ആയിരിക്കും 99% എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികളുടെ. കന്നഡയും തമിഴൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മലയാള സെക്കൻഡ് ആണെങ്കിൽ ഈ മലയാളത്തിൽ ഒന്ന് ബബിൾ ചെയ്തു. ഇനി നമ്മളുടെ മീഡിയം ഇതാണ് കേട്ടോ, മീഡിയം മറ്റേതല്ല. നമ്മളുടെ ഏതാണോ, ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ ചോദിക്കുന്നത്, ഇവിടെയാണ്. മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷിൽ ബബിൾ ചെയ്യുന്നു. ഇനി ജെൻഡർ ഏതാ, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള അത് ബബിൾ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇതെന്താണ്, സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യേണ്ട സ്ഥലമാണ്. ഇവിടെ നിങ്ങളുടെ ടീച്ചറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യാൻ പാടില്ല കേട്ടോ. അവിടെയുള്ള ഇൻവിജിലേറ്റർ ടീച്ചറാണ് സൈൻ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യുക. ഓൾസോ ഇതാ നോക്കിക്കേ,
ഇതാണ് നമ്മളുടെ OMR ഷീറ്റ് എന്ന് പറയുന്നത്. താഴെ വരുന്ന നമുക്ക് ബബിൾ ചെയ്യാനുള്ള ഭാഗം. അതായത് പാർട്ട് എ ഉണ്ട് നമ്മളുടെ പേപ്പർ 1, പാർട്ട് ബി ഉണ്ട്, പാർട്ട് സി ഉണ്ട്. അപ്പോൾ പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെതാണ് കേട്ടോ ഇവന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണെങ്കിൽ ഇങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ബബിൾ ചെയ്താലോ, നടുവിൽ മാത്രം ഇങ്ങനെ ബബിൾ ചെയ്താലോ, മുകളിൽ കൂടെ ഇങ്ങനെ ബബിൾ ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ബബിൾ ചെയ്ത് ഇങ്ങനെ ഇട്ടുണ്ടാവും. ഇതൊന്നും എന്ത് ചെയ്യില്ല, ഇതൊന്നും വാലിഡ് അല്ല. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യൂല, വാല്യൂഷൻ എടുക്കൂല. ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ബബിൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വാല്യൂഷൻ എടുക്കുകയുള്ളൂ. സോ മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ ബബിൾ ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ബബിൾ ചെയ്യുക. അതുപോലെ പെട്ടെന്ന് ബബിൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ബബിൾ 20A ആണ്, 21B എന്ന് പറയുമ്പോൾ മുകളിൽ പിന്നെയും ബിയിൽ ഇതിലിങ്ങനെ ബബിൾ ചെയ്തു പോകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായി പോകും, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ മാർക്ക് പോകും പോലെ ആയി പോകും. അതുപോലെ അവസാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് അവസാന 5 മിനിറ്റ് മക്കൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അറിയാത്ത ക്വസ്റ്റ്യനിൽ അത് വെറുതെ ഒന്ന് ബബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് ചിലപ്പോൾ ചക്ക വീണ് മുയൽ ചത്തു എന്നൊക്കെ പറയില്ല, അതുപോലെ കിട്ടിപ്പോയാലോ, നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ നോക്ക്, ഇവിടെ ഒരു ബാർകോഡ് കാണാൻ പറ്റും. ഈ ബാർകോഡ് വെച്ചിട്ടാണ് ഇവർ നിങ്ങളുടെ വാല്യുവേഷൻ നടത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ ടീച്ചേഴ്സ് ചെയ്യുന്ന മതിരി ഒന്നാമത്തെ ശരിയാണ് ടിക്ക്, രണ്ടാമത്തെ ശരിയാണ് ടിക്ക്, അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഏതാണ് ബാർകോഡ് വെച്ചിട്ടാണ്, ഇവിടെ കമ്പ്യൂട്ടറിലൂടെയാണ് നിങ്ങളുടെ വാല്യുവേഷൻ നടക്കുന്നത്. ഈ ബാർകോഡ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ബാർകോഡ് ചുരുട്ടാനോ മടക്കാനോ ഈ വെള്ളാക്കാനോ വേർപ്പാക്കാനോ അവിടെ വെച്ചിട്ട് കീറാനോ ഒന്നും പാടില്ല കേട്ടോ. ഈ ബാർകോഡ് നല്ലോണം ശ്രദ്ധിച്ച് അവിടെ തന്നെ വെക്കുക. നമ്മളുടെ OMR ഷീറ്റ്, ഇതിന് OMR ഷീറ്റ് എന്നാ പറയാം. OMR ഷീറ്റ് നല്ല രീതിയിൽ തന്നെ കെയർഫുള്ളി നിങ്ങൾ നോക്കുക. അല്ലാതെ നിങ്ങൾ വെറുതെ കെയർലെസ് ആയിട്ട് അവിടെ ഇവിടെ ഇടാൻ പാടില്ല. ഓക്കെ, സോ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ ഇന്ന് വാട്സപ്പ് ചാനലിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതാണ് നിങ്ങളുടെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്ന്. നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മാത്സ് ആണ്. സോ നമ്മളുടെ ഇന്ന് രാത്രി വരുന്ന 7:30 ലൈവിൽ 7:30 101 ഷോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാനും സാദിഖ് സാറും ഒന്നും മാത്രമല്ല, നമ്മൾ എല്ലാവരും, ഞാനും സാദിഖ് സാറും അവൻ്റെ മിസ്സോ ഒന്നുമല്ല, ഫുൾ ഫാക്കൽറ്റീസ്, ഞങ്ങളടങ്ങുന്ന ഫുൾ ഫാക്കൽറ്റീസാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതും ഷുവർ ആയിട്ടുള്ള, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഞാൻ പറയുന്നില്ല ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ ബാബു കടയിൽ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വരുമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ പേര് മാറിയോ അതേ കോൺസെപ്റ്റിലോ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഈ ഒരു ലൈവ് കാണുന്നതോടുകൂടിയിട്ട് മിസ്സ് ഉറപ്പ് വരാണ്, നിങ്ങൾ നാളെ എക്സാം പേപ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ എക്സാം പേപ്പറിൽ നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, നിങ്ങൾ മനസ്സിലാക്കാത്ത കോൺസെപ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ഉറപ്പിച്ചോ, ഈ ഒരു ക്ലാസ് 7 USS 101 ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഒരു ലൈവിൽ നമ്മൾ മാത്സിലായിരിക്കും, നമ്മൾ നിങ്ങൾക്ക് ടഫുള്ള മാത്സിൽ തന്നെയാണ് നിങ്ങൾ തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ GK നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും, മാറ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യും, ന്യൂ ടൈപ്പ് അതായത് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇതിൽ ഡിസ്കസ് ചെയ്യുക. ഇത് നിങ്ങൾ മിസ്സാക്കിയാൽ നിങ്ങൾക്ക് പോയെന്നേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ലാസ്റ്റ് ഡേ ആണ്. നമ്മളെപ്പോഴും ഓരോ ലൈവും കാണുമ്പോൾ വിചാരിക്കാറുണ്ട്, ഇന്നത്തെ ലൈവ് പോട്ടെ, നാളത്തെ ലൈവ് എനിക്ക് കാണാം, അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് ഞാൻ നാളെ രാവിലെ എടുത്ത് കാണും എന്നുള്ളത്. പക്ഷെ നാളെ രാവിലെ എടുത്ത് കാണാനൊന്നും എൻ്റെ മക്കൾക്ക് സമയം ഉണ്ടാവില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് 7:30 ആകുമ്പോഴേക്ക് ബാക്കിയുള്ളത് പരിപാടികളൊക്കെ മാറ്റി വെക്കുക. ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് 7:30 ആകുമ്പോൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട്, നിങ്ങൾ അത്രയും അടിപൊളി റെസ്പോൺസ് ആയിരുന്നു USSൻ്റെ സ്റ്റുഡൻസ് നമ്മളുടെ എജ്യൂപോർട്ടിന് തന്നിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഒരു സപ്പോർട്ടും ആ ഒരു പവറും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ലൈവിലും ഡബിളായിട്ട് ട്രിപ്പിളായിട്ട് നിങ്ങൾ കാണിക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾ 7:30 ആകുമ്പോഴേക്ക് വരിക. എല്ലാ ഈ ക്ഷീണങ്ങളും എനിക്കറിയാം, നോമ്പ് നോറ്റിട്ടുണ്ടാവും, ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ ക്ഷീണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അടിപൊളി ചുണക്കുട്ടികളായിട്ട് വരിക. നമ്മൾ ബാക്കിയൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യും. നമ്മൾ എനിക്കറിയാം, തലേന്ന് നിങ്ങൾ ഈ സാധാരണ എക്സാമിനൊക്കെ തലേ ദിവസം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ഒന്നെങ്കിൽ മാത്സ് അതായിരിക്കും പഠിക്കാനുണ്ടാവുക. ഇത് നിങ്ങൾക്ക് 6 സബ്ജക്റ്റാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പഠിക്കാനുള്ളത്. ആ 6 സബ്ജക്റ്റും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ റിവൈസ് ചെയ്ത് തീരില്ല എന്ന് എനിക്കറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ്. 7:30 മുതൽ നമ്മൾ തുടങ്ങുന്ന ഈ ഒരു ലൈവിൽ നിങ്ങളുടെ 6 സബ്ജക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാ ലാംഗ്വേജസും നമ്മളുടെ ഈ ഒരു ലൈവിലുണ്ടാവും. സോ അടിപൊളിയായിട്ട് വരാം, നമുക്ക് ലൈവിൽ വെച്ച് കാണാം, ലൈവിൽ നമുക്ക് പഠിക്കാം. അതിൻ്റെ മുന്നേ നിങ്ങളെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. സോ അതുവരേക്കും ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.